ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മനിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല സിറ്റികളിലായിട്ടുണ്ടായ ഒരു ഡെമോൺസ്ട്രേഷന്റെ കാര്യങ്ങളാണ്. അതായത് സിറിയയിലുള്ള കുർദിഷ് വിഭാഗത്തിൽപ്പെട്ട ഒരു ജനവിഭാഗം ജർമ്മനിയിൽ പല സിറ്റികളിലായിട്ട് ഈയിടെ വലിയൊരു ഡെമോൺസ്ട്രേഷൻ നടത്തി. നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ് കുർദിഷ് ജനത. ഈ ഒരു ഡെമോൺസ്ട്രേഷനിൽ ഇന്റർനാഷണൽ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷയായിരുന്നു. അവർക്ക് പ്രൊട്ടക്ഷനും സഹായവും വേണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് അവർ നടത്തിയത്. 2012 മുതൽ 2026 വരെ സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്. ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ കുർദുകൾ അവർക്ക് വേണ്ടിയിട്ട് നോർത്തേൺ സിറിയയിൽ റോജാവ എന്ന സ്ഥലത്ത് അവരുടേതായ ഒരു സ്ഥലം കണ്ടെത്തി. ഓട്ടോണമിക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ കുർദിഷ് ആളുകളെ അഭയാർത്ഥികളായിട്ട് എടുത്തത് ജർമ്മനിയാണ്. അതായത് 72% പോപ്പുലേഷൻ, കുർദിഷ് പോപ്പുലേഷന് ജർമ്മനിയിലേക്കാണ് അഭയാർത്ഥികളായിട്ട് സ്വീകരിച്ചത്. നൂറ്റാണ്ടുകളായിട്ട് സിറിയ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് കുർദ് ജനത. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നപ്പോൾ കുർദുകൾക്ക് സ്വന്തമായ ഒരു രാജ്യം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അതിർത്തി നിർണയിച്ചപ്പോൾ ഇറാഖ്, ഇറാൻ, ടർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിലായി ഈ ഒരു ജനത ചിതറിക്കപ്പെട്ടു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വന്തമായി രാജ്യമില്ലാത്ത ഒരു ജനതയായിട്ട് കുർദുകൾ മാറി. അതിനുശേഷം 1962 സിറിയ ഗവൺമെന്റ് കുർദുകൾക്ക് പൗരത്വവും സ്ഥലവും സർക്കാർ ജോലികളും എല്ലാം റദ്ദാക്കിക്കൊണ്ടുള്ള നിയമം പുറത്തു കൊണ്ടുവന്നു. ഇതും പോരായിട്ട് അവരുടെ ഭാഷയും സംസ്കാരവും അവിടെ നിഷേധിക്കപ്പെട്ടു. ഈ കുർദിഷ് ആളുകൾക്ക് 1970 സിറിയ ഗവൺമെന്റ് കുർദുകളുടെ സാന്നിധ്യം കുറയ്ക്കാൻ വേണ്ടി അറബ് വംശജരെ ഇവരുടെ ഇടയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അപ്പോൾ അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്തു. അവരെ ശരിക്കും ഒതുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും മുൻഗണന കൊടുക്കുന്ന ഒരു ഭരണരീതിയാണ് കുർദുകൾ കൈക്കൊണ്ടത്. റോജാവ എന്ന സ്ഥലത്ത് അവർ ഒരുമിച്ച് ഓട്ടോണമസ് ഏരിയയിൽ താമസിക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയാണ് കുർദുകളുടേത്. സ്വന്തം ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടി അവർ ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നു. 1970 കുർദുകളുടെ സാന്നിധ്യം അവർ താമസിക്കുന്നിടത്ത് സിറിയയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുർദുകൾ താമസിക്കുന്ന സ്ഥലത്ത് അറബി വംശജരായ ആളുകളെ കൊണ്ടുവന്ന് ഒരു അറബിക് ബെൽറ്റ് ഉണ്ടാക്കി. സ്വന്തം ഭാഷയും സംസ്കാരവും എല്ലാം നിഷേധിക്കപ്പെട്ട് അടിച്ചമർത്തപ്പെട്ടാണ് അവർ ഇത്രയും നാൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ 2011 സിറിയയിലെ ആഭ്യന്തര യുദ്ധം തുടങ്ങിയ സമയത്ത് അവർ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള റോജാവ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവരുടേതായ രീതിയിൽ ജനാധിപത്യവും സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ടുള്ള ഒരു വളരെ നല്ലൊരു ഭരണരീതിയായിരുന്നു അവർ ഇതുവരെ നടത്തിയിരുന്നത്. സ്വന്തം ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടി ഈ ഒരു ജനത ഇത്രയും വർഷങ്ങളായിട്ടും പോരാടിക്കൊണ്ടേയിരിക്കുന്നു.